ശരി ശ്രീ ജയചന്ദ്രൻ, അങ്ങനെ ഒരു നറേഷൻ ഉണ്ട് കേട്ടോ, CPM കളിച്ച കള്ളക്കളി എന്ന്. അതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. LDF ഭരണത്തിൽ ഇരുന്ന കാലത്തോളം PS പ്രശാന്തിനെ പ്രതിയാക്കിയിരുന്നില്ല പ്രത്യേക അന്വേഷണ സംഘം. ഇപ്പോൾ PS പ്രശാന്ത് പ്രതിപട്ടികയിലേക്ക് വരികയാണ്. അന്നും പറഞ്ഞതാണ്, ഞങ്ങളെല്ലാം അന്ന് ചർച്ച ചെയ്തതാണ്, താങ്കളുടെ ചർച്ചയിലും പറഞ്ഞതാണ്, എന്തുകൊണ്ട് PS പ്രശാന്ത് പ്രതിയാകുന്നില്ല എന്ന ചോദ്യം ഉയർന്നു വന്നതാണ് എല്ലാ ചർച്ചകളിലും. കാരണം 2019 എന്ത് സംഭവിച്ചോ അതിൻ്റെ മറ്റൊരു രൂപമാണ് 2023 മുതൽ 25 വരെ സംഭവിച്ചത്. അത് മാത്രമല്ല, കയ്യോടെ പിടികൂടിയത് ഈ പ്രശാന്തിൻ്റെ കാലത്തെ ഇടപാടാണ്. അതിപ്പോഴാണ് SITക്ക് റിപ്പോർട്ട് കൊടുക്കാൻ തോന്നിയത്. അന്ന് SIT സൗകര്യപൂർവ്വം മറച്ചു വയ്ക്കുകയായിരുന്നോ ഉണ്ടായത്? അതാണ് ഈ രാഷ്ട്രീയ പ്രേരിതമെന്ന് ഇപ്പോൾ പ്രശാന്തിന് പറയുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. UDF വന്നപ്പോഴേക്കും പ്രശാന്ത് പ്രതിയായല്ലോ. അതെ, പ്രശാന്തനെ എന്നല്ല ആരെയും ഈ അന്വേഷണ സംഘത്തിന് പ്രതിയാക്കാൻ അവകാശമില്ലേ? ഉണ്ടല്ലോ. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. ഈ പ്രതിയായതുകൊണ്ട് പിന്നെ കുറ്റം ചെയ്തു എന്നല്ലല്ലോ വ്യാഖ്യാനിക്കേണ്ടത്. ഇപ്പൊ ഈ പാനലിസ്റ്റ് ആയിരിക്കുന്ന രാഹുൽ ഈശ്വർ എത്രയോ കേസുകളിൽ പ്രതിയായിട്ടുണ്ട്, ഇപ്പോൾ പ്രതിയാണ്. അതുകൊണ്ട് ഈ പ്രതിയായ കേസെല്ലാം രാഹുൽ കുറ്റക്കാരനാണെന്ന് ആ തലയ്ക്ക് വെളിയുള്ള ആരെങ്കിലും വാദിക്കുവോ, പറയുവോ? അത് കോടതി തീരുമാനിക്കുമെന്ന്. അത് നമ്മൾ ചർച്ച ചെയ്യുന്നല്ല എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കേണ്ടത്. പിന്നെ ഇപ്പൊ രാഹുൽ പറയുന്നതിനകത്തും അപാകതകളുണ്ട്. ഇപ്പോ തന്ത്രിയെ ഇവിടെ വൈറ്റ് വാഷ് ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല. കാരണം കുറ്റം ഫ്രെയിം ചെയ്തിരിക്കുന്ന SIT ആണ്. SIT ഫ്രെയിം ചെയ്തിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കത്തക്കതല്ല എങ്കിൽ അത് പിന്നെ കോടതി തെളിയിക്കാൻ തന്ത്രിക്ക് എല്ലാവിധ അവകാശങ്ങളും ഉണ്ട്, ലഭിക്കും. കോടതി അതിന് ന്യായങ്ങൾ നോക്കി വിധി പ്രസ്താവിക്കുകയും ചെയ്യും. അതാണല്ലോ ന്യായമായൊരു വഴി. ഇത് നേരത്തെ മഞ്ജുഷെ പിന്നെ ഇങ്ങേരുണ്ടല്ലോ പത്മകുമാറിനെ നേരത്തെ അറസ്റ്റ് ചെയ്ത് ഒരു ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോ ദൈവതുല്യർ എന്നൊരു പ്രയോഗം നടത്തിയല്ലോ. ആരാണ് ആ ദൈവതുല്യർ എന്നുള്ളതായിരുന്നു പിന്നീട് ചർച്ച. ഞാനും ഇവിടുത്തെ ചർച്ചയിലും പങ്കെടുത്തിട്ടുണ്ട്, ന്യൂസ് 18 പല ചാനലുകളിലും പങ്കെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോ വീണ്ടും ഇദ്ദേഹത്തെ ഒരു കേസിന് കോടതിയെ കൊണ്ടുവരുമ്പോഴേക്ക് വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ആരാണ് ദൈവതുല്യർ? മിണ്ടുന്നില്ല. വീണ്ടും വാനിലേക്ക് കയറാൻ നേരത്തെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മറുപടി ഉണ്ട്, പിന്നെ ശവന്തീനികളല്ല. ഒറ്റ വാക്കേ ഉള്ളൂ, ശവന്തീനികളല്ല. പക്ഷേ ഒരു മാധ്യമവും പിന്നീട് ഈ പറയുന്ന രണ്ടാമത് പറഞ്ഞ വാക്ക് ശവന്തീനികളല്ല എന്ന വാക്ക് ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. എന്താണ് കാരണം? ഞാൻ ആലോചിച്ചിട്ടുണ്ട് പലപ്പോഴും. എന്താണ് ഈ ശവന്തീനികളല്ല എന്ന് പത്മകുമാർ പറഞ്ഞതിന്റെ അർത്ഥം? ഒരേ ഒരർത്ഥമേ ഉള്ളൂ, നോൺ വെജിറ്റേറിയൻസ് അല്ല അവർ എന്നാണ്. ആ ഒറ്റ അർത്ഥമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ആ വാക്കിന്, ശവന്തീനികളല്ല എന്ന് പറഞ്ഞതിന്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ച ആൾക്കാർ സമ്പൂർണ്ണ സസ്യാഹാരികളാണ്, വെജിറ്റേറിയൻസ് ആണ് എന്നാണ് അദ്ദേഹം പിന്നെ പറയാതെ പറഞ്ഞത്. പക്ഷെ ആ നിലയിൽ ഒരു ചർച്ചയുണ്ട് പിന്നീട് എവിടെയെങ്കിലും. ചർച്ചകളെല്ലാം തന്ത്രിമാരാണെന്നാണോ? അല്ല, എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. തന്ത്രിമാർ മാത്രമല്ല സസ്യാഹാരികളായിട്ടുള്ളത്, ആണോ? ഞാൻ ഏതാണ്ട് ഒരു 99% സസ്യാഹാരിയാണ്. എന്നെ പോലെ പലരും ഇല്ലേ? അത് അങ്ങനെ പറയാൻ കഴിയില്ല. തന്ത്രിയാണെന്ന് ഞാൻ ആരോപിക്കില്ല. പക്ഷെ ചില കാര്യങ്ങളുള്ള എന്താണെന്നറിയാമോ? ഇപ്പോ ഈ 2023 ഈ പറഞ്ഞ നമ്മുടെ മഹേഷ് മോഹനര് ഏത് മെയിൻ്റനൻസിന് പോകണമെങ്കിലും അതത് കാലത്തെ തന്ത്രികൾ ആരാണോ അവർ എഴുതി ദേവസ്വം ബോർഡിന് കൊടുക്കണം, രേഖാമൂലം. അല്ലാതെ അപ്രൂവൽ ഉണ്ടാവില്ല. ഇവിടെ 2023 ആ പേപ്പർ ദേവസ്വം ബോർഡ് റിക്വസ്റ്റ് ചെല്ലുന്നതും മഹേഷ് മോഹനടുത്താണ്. മഹേഷ് മോഹനര് അതൊരു നിർദ്ദേശമായി തന്നെ അങ്ങോട്ട് തിരിച്ചു വെക്കുകയാണ്. അപ്പം പിന്നെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് തീരുമാനം എടുക്കുന്നതും കൊണ്ടുപോകുന്നതും. അതൊക്കെ അവിടെ ഉണ്ട്. ഇത് ഏകപക്ഷീയമായി ബോർഡ് പ്രസിഡന്റിനോ മെമ്പർമാർക്കോ അപ്പോൾ രാഹുൽ പറഞ്ഞത് തെറ്റാണ് അല്ലേ ശ്രീ ജയചന്ദ്രൻ സാർ? രാഹുൽ പറഞ്ഞത് തെറ്റാണ്, മഹേഷ് മോഹനും അറിഞ്ഞിരുന്നു. അല്ല, അങ്ങനല്ല. അത് പറയുന്നുണ്ടെന്ന് മഹേഷ് മോഹനെ സംബന്ധിച്ചോളം അദ്ദേഹം പിന്നീട് വ്യക്തമാക്കുന്നുണ്ട്. എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു. സാധാരണഗതിയിൽ ഭരണാധികാരികൾ ആവശ്യപ്പെട്ടാൽ എന്താണ് ചെയ്യുക തന്ത്രി? അത് പിന്നെ അനുകൂലിക്കുക, എഴുതി കൊടുക്കണമെങ്കിൽ എഴുതി കൊടുക്കുക. അത്തരത്തിലുള്ള നടപടി മാത്രമേ ഏത് തന്ത്രിയും ചെയ്യൂ. അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് മഹേഷ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മഹേഷ് മോഹന്റെ കുറ്റക്കാരനാണെന്ന് സ്ഥാപിക്കാൻ നമുക്ക് അധികാരമൊന്നുമില്ല.
പിന്നെ ഒരു കാര്യം ഇപ്പൊ ഷാവു പ്രസാദ് പറഞ്ഞതിന്റെ അന്ന് ആഡ് ചെയ്യുകയാണ് ഒരു വ്യത്യസ്തത അനുഭവപ്പെടുന്നത് ശബരിമലയിൽ പൊതുവിൽ. ഈ ധനുമാസത്തിലെ അവസാനത്തെ 2 ദിവസവും മകരമാസത്തിലെ 5 ദിവസവും മാത്രം മതി ആചാരപ്രകാരം തന്ത്രിയുടെ സന്നിധാനത്ത്. എന്തുകൊണ്ടെന്നാൽ ആ ദിവസങ്ങളിലാണ് പന്തള രാജകുമാരനാവുന്നത് ശ്രീ അയ്യപ്പൻ. അതുവരെ അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് തന്നെയാണ് ആ സന്നിധാനത്തുള്ളത്. ഈ ദിവസങ്ങളിൽ രാജകുമാരനാണ്. അപ്പൊ രാജകുമാരനെ കാണാനായിട്ടാണ് പിതൃസ്ഥാനീയനായ തന്ത്രി അവിടെ ഉണ്ടാവേണ്ടത്. അത് ചട്ടപ്രകാരം ആചാരപ്രകാരം നിബന്ധിക്കപ്പെട്ട ഒരു സംഗതിയുമാണ്. കാലങ്ങളായിട്ട് അങ്ങനെയായിരുന്നു തുടക്കകാലം മുതൽ. പക്ഷെ പിന്നീടൊരു ഘട്ടത്തിൽ അത് മാറുകയും തന്ത്രി അവിടെ സമാരാധനായി സ്ഥിരമായി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ശബരിമലയിൽ രാവിലെ ഗണപതി ഹോമം തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി നടയടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാ പൂജകളും ചെയ്യുന്നത് ആരാണ്? മേൽശാന്തി അല്ല, ചെയ്യുന്നത് തന്ത്രിയാണെന്നേ. പിന്നെന്തിനാണ് പുറപ്പെടാ ശാന്തിയായി അദ്ദേഹം അവിടെ ഇരിക്കുന്നത്? മേൽശാന്തി പുറപ്പെടാ ശാന്തിയാണ്. തന്ത്രിക്ക് എല്ലാ ദിവസവും വീട്ടിൽ പോയി ഇഷ്ടമുണ്ടെങ്കിൽ ഭാര്യയോടൊപ്പം ശയിക്കുകയും ആവാം, വീണ്ടും പിറ്റേ ദിവസം തിരിച്ചു വരാം. വരുന്നത് എങ്ങോട്ടാണ്? നൈഷ്ഠിക ബ്രഹ്മചാരിയെ പൂജിക്കാനാണ്. അത് പണ്ടുകാലം മുതലേ ഉണ്ടായ ആചാരമല്ല ഇത്, തന്ത്രയോട് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോ അത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ, അബറേഷൻസ് അവിടെ ഉണ്ട്. ആ അബറേഷൻസിന് ഉത്തരവാദികൾ ഒരു തന്ത്രി മാത്രമല്ലെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. തന്ത്രിക്ക് ഇതിന് സംവിധാനം ഒരുക്കി കൊടുക്കുന്ന, അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന അധികാരി വൃന്ദമുണ്ട്. അതിൽ മാറി മാറി വരുന്ന ഏത് സർക്കാരാണെങ്കിലും ശരി, ഇവിടെ BJP സർക്കാർ കേരളത്തിൽ ഭരിച്ചിട്ടില്ലാത്തതുകൊണ്ടും ബോർഡിൽ അധികാരത്തിൽ വന്നിട്ടില്ലാത്തതുകൊണ്ടും LDFന്റെ UDFന്റെ സർക്കാരുകൾക്കാണ് അതിന്റെ ഉത്തരവാദിത്വം പറയേണ്ട ബാധ്യതയുള്ളത്. അത് കോടതി പരിശോധിക്കുന്നുണ്ടോ? കോടതിയുടെ പരിശോധനയ്ക്കും പരിഗണനയ്ക്കും ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു വിഷയമാണ് ഇത്. അത് വരുമോ? എനിക്ക് തോന്നുന്നില്ല. അതിപ്പോ ഈ SITയുടെ കേസിൽ അത് വരാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. അതാണ് ഇപ്പോഴത്തെ നിലയിലുള്ള കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് പ്രശാന്ത് പ്രതി ആയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രതി ആയതുകൊണ്ടോ, പ്രതി ആയതിനാൽ ഇതാ കിടക്കുന്നു CPMന് മൊത്തത്തിലുള്ള കുഴപ്പം, അല്ലെങ്കിൽ തന്ത്രി കുടുംബത്തിന് മൊത്തത്തിലുള്ള കുഴപ്പം എന്നുള്ള ആ ഒരു വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നതേ അൺഎത്തിക്കലാണ്. പക്ഷെ ശരിയാണ്, കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ക്രൈം എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യവുമല്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുന്നത് 2019 അവിടെ നിന്ന് സ്വർണം പോയിട്ടുണ്ട്. 2025 അത് മറയ്ക്കുവാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട്. ശ്രീ ജയേന്ദ്രൻ, ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കാൻ പറ്റില്ല. അല്ല, ഒറ്റ കാര്യം, എന്ത് കണ്ടെത്തിയെന്നാണ്? ഈ കേസിന്റെ മർമ്മം അറിയാവുന്ന ഒരാളാണ് താങ്കളെങ്കിൽ ഇത് വലിയൊരു ക്രൈമാണെന്നോ അതിഭയങ്കരമായ ഒരു ക്ഷേത്രമോഷണ പ്രശ്നമായിട്ട് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നോ അത്തരത്തിലുള്ള അന്വേഷണങ്ങളാണ്, റിപ്പോർട്ടുകളാണ് SIT കൊടുത്തിട്ടുള്ളതെന്നൊന്നും താങ്കൾക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് അന്വേഷണത്തിന്റെ കുഴപ്പമാണ്. ശരി, ശ്രീ MS വേണുഗോപാൽ, താങ്കൾ അതിനോട് യോജിക്കും? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.